യുവനടൻ നിവിൻ പോളിക്കെതിരെ പീഡനക്കേസ്. നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നടനെതിരെ കേസെടുത്തത്. എന്നാൽ യുവതി 1 മാസം മുൻപ് നൽകിയ പരാതിയിൽ പീഡനാരോപണമില്ല. നിവിൻ പോളി ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചു എന്നായിരുന്നു അന്ന് യുവതി നൽകിയ പരാതി. ഇതിൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തി എസ്പിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ വ്യാജമാണെന്നും നിയമ നടപടിക്കൊരുങ്ങുകയാണെന്നും നിവിൻ പോളിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടി പുറത്തുവരുന്നു. എസ് രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, ഇതിപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ കൂടി ആകുന്നുണ്ട് കാര്യങ്ങൾ. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അതായത് ആദ്യം ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ അല്ലേ വന്നത്? എന്തായിരുന്നു കേസ്? ഇപ്പോൾ പുതുതായി FIR എടുത്തതാണോ? എന്തൊക്കെയാണ് സംഭവങ്ങൾ? നിലവിൽ ഇപ്പോൾ പുതിയതായി നിവിൻ പോളി ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ യുവതിയെ അവിടെ, അതായത് ശ്രേയ എന്ന് പറയുന്ന ഒരു ആൾ ആ യുവതിയെ വിദേശത്തേക്ക് ജോലിക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ ദുബായ് വരെ മാത്രമാണ് എത്താൻ കഴിഞ്ഞത്. വിദേശത്തേക്ക്, അതായത് യൂറോപ്യൻ കൺട്രീസിലേക്ക് മറ്റും കൊണ്ടുപോകാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനിടെ ഇവരെ ഈ സിനിമ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയ നിവിൻ പോളിയെയും മറ്റും പരിചയപ്പെടുത്തി ശ്രേയ ഈ നേര്യമംഗലം സ്വദേശിനിയായിട്ടുള്ള യുവതിയെ എന്നതാണ് പറയുന്നത്. അതിനുശേഷം പീഡിപ്പിച്ചു എന്നതാണ് യുവതിയുടെ പരാതി. 2 സ്ഥലത്ത് വെച്ച് പീഡനം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. പക്ഷേ 1 മാസം മുൻപ് ഒരു പരാതി ഈ യുവതി നൽകിയിരുന്നതായാണ് പോലീസിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിൽ പക്ഷേ പീഡനാരോപണം ഉണ്ടായിരുന്നില്ല, മറിച്ച് മർദ്ദിച്ചു എന്നതായിരുന്നു പരാതി. അതിൽ പോലീസ് അന്വേഷണം നടത്തി. ചില പൊരുത്തക്കേടുകൾ പോലീസിന് തോന്നി ആ മർദ്ദിച്ചു എന്ന പരാതിയിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തി ഒരു റിപ്പോർട്ട് എസ്പിക്ക് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരാതി വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. 6 പേരെ പ്രതികളാക്കിക്കൊണ്ടാണ് കേസെടുത്തത്. നിവിൻ പോളി ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ രഹസ്യമൊഴിയെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകുന്നത്. നിവിൻ പോളിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടി ഈ നിമിഷം പുറത്തു വരുന്നുണ്ട്. അതുകൂടി ഒന്ന് പ്രേക്ഷകരുടെ അറിവിലേക്ക് വായിക്കാം. 18 മിനിറ്റ് മുൻപാണ് നിവിൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. I have come across a false news report accusing me of abusing a girl. Please know that this is entirely untrue. പൂർണ്ണമായും സത്യമല്ലാത്ത കാര്യങ്ങളാണെന്നാണ് നിവിൻ പറയുന്നത്. I am determined to go to any extent to prove this allegation are baseless and will take all necessary steps to bring those responsible to light. Thank you for your concern. The rest will be handled legally. നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് നിവിൻ പോളി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിവിൻ 9:15 കൂടി മാധ്യമങ്ങളെ കാണുമെന്ന തരത്തിലുള്ള വാർത്ത കൂടി നിമിഷം പുറത്തു വരുന്നതാണ് ഈ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വാർത്ത വന്ന് തൊട്ടു പിന്നാലെ തന്നെ നിവിൻ്റെ പ്രതികരണം കൂടി വരികയാണ്. നിയമപരമായി മുന്നോട്ട് പോകും. മുന്നിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം കള്ളമാണ്, വ്യാജമാണെന്നുള്ള പ്രതികരണമാണ് നിവിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഒരു മണിക്കൂറിന് ശേഷം തന്നെ, അരമണിക്കൂറിന് ശേഷം തന്നെ നിവിൻ മാധ്യമങ്ങളെ കാണുമ്പോൾ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തതയുണ്ടാകും.